إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما أصابكم من مصيبة فبما كسبت أيديكم ويعفو عن كثير സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും ഫളിലുള്ള വെള്ളിയാഴ്ച ദിവസത്തിലാണ് അവൻ്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷവും ആനന്ദവും പകർന്നു തരുന്ന ഒരു മാസമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണത്തെയും മരണാനന്തര ജീവിതത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ലോകത്ത് ജനിച്ചു വീണ എല്ലാം നശിച്ചു പോകുന്നതാണ്, മരിച്ചു പോകുന്നതാണ്. ലോകത്ത് അവശേഷിക്കുന്നത് ഏകനായ സർവാധിനാഥനായ റബ്ബ് മാത്രമാണ്. മരണമെന്ന യാഥാർത്ഥ്യം അറിയാതെ, നുകരാതെ, രുചിക്കാതെ ലോകത്ത് ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ്, മരിക്കുന്നവരാണ് എന്ന ബോധമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അത് നിരന്തരമായി പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മരിക്കുമെന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. മരണത്തെയും മരണാനന്തര ജീവിതത്തെയും നിഷേധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്തിനു വേണ്ടി ഒരുങ്ങണം? അങ്ങനെയൊന്നില്ലല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. അതെങ്ങനെ ഒരുങ്ങണം? നിങ്ങൾ നോക്കൂ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാചകമുണ്ട്, കഫാബിൽ മൗത്തി വാഇദൻ യാ ഉമർ.
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇടയ്ക്ക് ചെറിയൊരു കൊള്ളിക്കമ്പെടുത്തിട്ട് തൻ്റെ കാലിൽ ഇങ്ങനെ അടിച്ചിട്ട് പറയും, കഫാ ബിൽ മൗതി വാഇലൻ യാ ഉമർ, ഉമറെ മരിക്കൂന്നുള്ള ചിന്ത മാത്രം മതി ഏറ്റവും നല്ല ഉപദേശകനായി. തോന്നിവാസങ്ങളിലേക്ക് പോകുമ്പോൾ, തിന്മകളിലേക്ക് പോകുമ്പോൾ, നിസ്കാരത്തിൻ്റെ കാര്യത്തിലും ദിക്റിൻ്റെ കാര്യത്തിലും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ വിഷയത്തിലൊന്നും ഒരു ശ്രദ്ധയും ഒരു കോൺസെൻട്രേഷനും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒന്നിടക്ക് ഞാൻ മരിക്കൂ എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ മതി. അതുമാത്രമാണ് ഏറ്റവും നല്ല ഉപദേശകൻ എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. മരിക്കുമെന്ന ചിന്ത എത്രത്തോളം മനസ്സിൽ നിലനിൽക്കുന്നുവോ അത്രത്തോളം നമ്മൾ ഏറ്റവും നല്ല മനുഷ്യരായി തീരും. മഹാനായ ദിഖാഖ് റഹ്മത്തുള്ളാഹി അലൈഹി മരണചിന്ത നൽകുന്ന 3 ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത് എന്താ അറിയോ? മൻ അക്സറ മിൻ ദിക്രിൽ മൗത്ത്, ആരാണോ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അധികരിപ്പിക്കുന്നത്, അക്രമ ബിസലാസത്തി അഷ്യായിൻ, 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ആദരിക്കുന്നതാണ്. അതിലൊന്നെന്താ അറിയോ? തഅജീലു തൗബ, ചെയ്തു പോയ പാപത്തിന്റെ കറകളെല്ലാം അതറിയാവുന്ന റബ്ബിലേക്ക് ഉയർത്തി അവനോട് പറഞ്ഞ് അത് പൊരുത്തു തരാൻ വേണ്ടി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന വിഷയത്തിൽ അവൻ ജാഗ്രതയും ധൃതിയും കാണിക്കുമെന്നതാണ്. രണ്ടാമത് പറഞ്ഞ എന്താ അറിയോ? വഖനാഅത്തുൽ ഖൽബ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സുണ്ടാകും എന്നുള്ളതാണ്. മൂന്നാമത് പറഞ്ഞ എന്താ അറിയോ? വനശാത്തുൽ ഇബാദ, നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇബാദത്തുകളിലൊക്കെയും നമുക്കൊരു ഉന്മേഷമുണ്ടാകുമെന്നാണ്. ഇതുണ്ടാകുക എപ്പോഴാണെന്നറിയോ? മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന 3 ഗുണങ്ങളാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മളൊക്കെ എത്ര അബദ്ധങ്ങളും തെറ്റുകളും ചെയ്തു പോകുന്നുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം അള്ളാഹുവേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയല്ലോ, എന്റെ പാപങ്ങൾ നീ പൊറുത്തു തരാതെ പാപത്തിന്റെ കറകളുമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ എനിക്ക് സ്വർഗം നിഷിദ്ധമാണല്ലോ എന്ന ഒരു ചിന്തയിൽ നിന്ന് എന്നെങ്കിലും ഒരു ദിവസം ആകാശത്തിലേക്ക് കൈകളുയർത്തി കരയുന്ന കണ്ണുകളുമായി നമ്മെ അറിയുന്ന റബ്ബിനോട്, നമ്മുടെ തെറ്ററിയുന്ന റബ്ബിനോട് മനസ്സു തുറന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വീണ്ടും ദിഖാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന അടുത്ത വാചകം എന്താ അറിയോ? വമൻ നസിയൽ മൗത്ത്, ഒരാൾ മരണത്തെയും മരണാനന്തര ജീവിതത്തെയൊക്കെ ഒരാൾ മറക്കുകയാണ്. അങ്ങനെ മറക്കുകയാണെങ്കിൽ ഊഖിബ ബിസലാസത്തിൻ, 3 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു അവനെ പരീക്ഷിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ എന്താ അറിയോ? തസ്വീഫു തൗബ, തൗബ നീട്ടിവെക്കും. തൗബ ചെയ്യാനൊന്നും സമയമായിട്ടില്ല. കാരണം എന്താ? ആകെ 30 വയസ്സായിട്ടേ ഉള്ളൂ. ഇനി എത്ര കാലം ഞാൻ ഇവിടെ ജീവിക്കും? അല്ലേ, ഒരു റമദാനേ വന്നിട്ടുള്ളൂ, ഇനി എത്ര റമദാൻ വരാനുണ്ട്? അല്ലേ, ഹജ്ജൊക്കെ ചെയ്യട്ടെ, ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് തൗബൊക്കെ ചെയ്യാം. അല്ലേ, മക്കളെ കല്യാണമൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഇതൊക്കെ ചെയ്യാം. നിസ്കാരത്തിന്റെ കാര്യം വരുമ്പോ, ജമാഅത്തിന്റെ കാര്യം വരുമ്പോ, നോമ്പിന്റെ കാര്യം വരുമ്പോ ആളുകൾ സ്വീകരിക്കുന്ന സമീപനം അതാണ്. തൗബ ഇങ്ങനെ നീട്ടിവെക്കും. അതെന്തുകൊണ്ടാണ് നീട്ടിവെക്കുന്നതെന്നറിയോ? മരിക്കുമെന്ന ബോധം ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ തൗബ നീട്ടിവെക്കൂല. രണ്ടാമത്തെ വാചകം എന്താ അറിയോ? വതർക്കുർ റിളാ ബിൽ കഫാഫ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സുണ്ടാവൂല. ഇന്ന് ലോകത്ത് മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നിരാശയാണ്. എങ്ങനെയാ നിരാശ വരുന്നതെന്നറിയോ? എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സിന്റെ അഭാവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നവരോട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഭാര്യന്റെ വിഷയത്തിൽ നമുക്ക് നിരാശയില്ല. ഭർത്താവിന്റെ വിഷയത്തിൽ, മക്കളെ വിഷയത്തിൽ, ജോലിന്റെ വിഷയത്തിൽ, ശമ്പളത്തിന്റെ വിഷയത്തിൽ, സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ, ആകാരഭംഗിയുടെ വിഷയത്തിൽ എന്തിലാണ് നമുക്ക് സംതൃപ്തി ഉള്ളത്? മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും അതിൽ തൃപ്തിപ്പെടുന്നവരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 5 വസിയത്തുകൾ പ്രവാചകൻ കൊടുക്കുന്നുണ്ട്. അതിലൊരു വസിയത്ത് എന്താ അറിയില്ല? വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്, അല്ലാഹ് നിനക്ക് വിധിച്ചതിൽ നീ തൃപ്തിപ്പെടുക, നീ ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യമുള്ള മനസ്സിനുടമയാകാം. ഈ വർള എന്ന് പറയുന്ന പദത്തെ എങ്ങനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർവഹിച്ചതെന്നറിയോ? സുകൂനുൽ കൽബി അലഖ്തിയാരി റബ്ബി, അല്ലാഹ് തെരഞ്ഞെടുത്തതിൽ മനസ്സ് സമാധാനിക്കുക. എൻ്റെ ഭാര്യ എൻ്റെ റബ്ബ് എനിക്ക് തെരഞ്ഞെടുത്തതെന്നാണ്, എൻ്റെ ഭർത്താവ് എൻ്റെ റബ്ബ് എനിക്ക് തെരഞ്ഞെടുത്തതെന്നാണ്, എൻ്റെ ജോലി എൻ്റെ റബ്ബ് എനിക്ക് തെരഞ്ഞെടുത്തതെന്നാണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും നിരാശ ഉണ്ടാകില്ല. ഈ നിരാശ വരുന്ന എന്തുകൊണ്ടാണെന്നറിയോ? മരണത്തെയും മരണാനന്തര ജീവിതത്തെയും പാടെ വിസ്മരിക്കുന്നത് കൊണ്ടാണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? അത്തകാസുലു ഫിൽ ഇബാദ, ഇബാദത്തിൽ ഒരു ശ്രദ്ധയും ഉണ്ടാവുകയില്ല, മടിയായിരിക്കും. നിസ്കരിക്കുന്ന വിഷയത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തറാവീഹ് നിസ്കാരം
ആദ്യത്തെ 10 പള്ളി നിറഞ്ഞിട്ടുണ്ടാകും. പള്ളി കമ്മിറ്റിക്കാർ വിചാരിക്കാൻ എന്താ അറിയോ, ഈ നിലയൊന്നും പോരാ, നമുക്ക് 2 നില പോരാ, 3 നില വേണമെന്ന് പള്ളി കമ്മിറ്റിക്കാർ ചിന്തിക്കുന്ന സമയം ഒന്നാമത്തെ 10. രണ്ടാമത്തെ 10 ആകുമ്പോൾ പള്ളി കമ്മിറ്റിക്കാർ പറയാൻ എന്താ അറിയോ, നമുക്ക് ഈ നില തന്നെ മതി, ഇനി വേണ്ടെന്ന് പറയും. മൂന്നാമത്തെ 10 ആകുമ്പോൾ പള്ളി കമ്മിറ്റിക്കാർ പറയാൻ എന്താ അറിയോ, നമുക്ക് മേലുള്ള നിലയിൽ മദ്രസയാക്കാം, അവിടെ പള്ളി വേണ്ട. കാരണം എന്താ, പള്ളിയൊക്കെ കാലിയാണ്. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ, നമ്മുടെ മനുഷ്യന്മാരുടെ അവസ്ഥ ഇതാണ്. നമ്മളൊന്ന് ആലോചിച്ചു, ഇബാദത്തിന്റെ വിഷയത്തിൽ അലസന്മാരും മടിയന്മാരുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം വരും. അതെന്തുകൊണ്ടാണ്? മരിക്കുമെന്ന ചിന്ത മനസ്സിലില്ലാത്തതുകൊണ്ടാണ്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ അടുത്ത് നടന്ന ഓരോ മരണങ്ങൾ, ഈ ചുറ്റുഭാഗത്ത് തന്നെ നടന്ന, ഇവിടെ ഇരിക്കുന്ന പലരും ഉണ്ട്. പിന്നെ ടെറഫിൽ നിന്ന് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ക്ഷീണം വന്നിട്ട് ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് ഇരുന്നാണ്. ഒന്നുമില്ല, വെള്ളം കുടിച്ച് തീരുന്നതിന് മുമ്പ് അവിടെ അങ്ങോട്ട് വീണു. എന്ത് ചെയ്യാൻ പറ്റുമോ? വയസ്സെത്രയാണെന്ന് അറിയോ? 32 വയസ്സാണ്. ഇന്ന് കേൾക്കുന്ന വാർത്തകൾ മുഴുവനും അതല്ലേ സഹോദരങ്ങളെ? വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടുന്ന് മരിക്കുമെന്ന് പറയാൻ, ഏത് പ്രായത്തിൽ മരിക്കുമെന്ന് പറയാൻ നിങ്ങൾ അറിയോ സഹോദരങ്ങളെ? 2 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഭാര്യനെയും മക്കളെയും കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ജീവിതത്തിൽ ആദ്യമായിട്ട് ഗൾഫിൽ പോവാണ്. മക്കൾ ഓരോ ദിവസവും വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഇന്ന കാര്യങ്ങൾ വേണം. ആ സമ്മാനങ്ങൾ മുഴുവനും മൂപ്പരെ ഒരു നോട്ട് ബുക്കിൽ ഡയറിയിൽ എഴുതി വെച്ചിട്ട് പോരുന്നതിൻ്റെ തലേ ദിവസം വരെ മക്കൾ ആവശ്യപ്പെട്ട് ഓരോന്നും വാങ്ങി അതൊരു വലിയൊരു പെട്ടിയാക്കി ഭദ്രമായി സൂക്ഷിക്കാൻ. അടുത്ത ദിവസം ഫ്ലൈറ്റാണ്. രാവിലെ 5 മണിക്ക് ഡ്രൈവറോട് വന്ന് വിളിക്കാൻ പറഞ്ഞു. വന്ന് വിളിച്ചു, തുറക്കുന്നില്ല. അടുത്തുള്ള റൂംമേറ്റ്സിനെ, അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ബന്ധപ്പെട്ടു, ഒരു നിലക്ക് തുറക്കുന്നില്ല. പോലീസുകാരെ വിളിച്ചു, കുത്തിപ്പൊളിച്ചു. അവിടെ ചെന്നപ്പോൾ നിങ്ങളുടെ ആലോചിച്ച് നോക്കണം, പാൻറ്റും സൂട്ടും സാധനങ്ങളൊക്കെ ഇട്ട് പോകാൻ റെഡിയായി നിൽക്കുന്ന ആ മനുഷ്യൻ കസേരയിൽ നിന്നിട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. നിങ്ങളുടെ ആലോചിച്ചു. ഇങ്ങനെ എത്ര മരണങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് സഹോദരങ്ങളെ. ഈ മരിക്കും എന്നുള്ള ബോധം ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയുണ്ടല്ലോ, ഉറപ്പാണ് നമ്മൾ നന്നാവും. നമ്മുടെ നിസ്കാരം റെഡിയാവും, നമ്മുടെ നോമ്പ് റെഡിയാവും, നമ്മുടെ ദിക്ർ റെഡിയാവും, ഉറപ്പാണ്. നമ്മുടെ എല്ലാം റെഡിയാവും. നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളെ പറ്റി പരാതിയില്ലേ, ഒരു നല്ല ഭർത്താവല്ലാന്ന്? നമ്മുടെ ഭാര്യനെ പറ്റി നമുക്ക് പരാതിയില്ലേ, ഒരു നല്ല ഭാര്യയല്ലാന്ന്? നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് പരാതിയില്ലേ? ഈ പ്രശ്നങ്ങൾ മുഴുവൻ തീരും മരിക്കുമെന്ന ബോധം മനസ്സിന്റെ ഉള്ളിൽ പച്ചയായി നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ. പടച്ചോനെ, ഇതാ എന്റെ റൂഹ് ഇപ്പം അങ്ങോട്ട് പോവാൻ, ഞാനിവിടെ 4 കാലുള്ള കട്ടിലിൽ, 6 കാലുള്ള കട്ടിലിൽ 3 തുണിയിൽ പൊതിഞ്ഞ് എന്റെ കുടുംബക്കാരെന്നെ കൊണ്ടുവരും, എന്നെ കൊണ്ടുപോകും. എന്റെ ഭാര്യ 2 പേരുടെ തോളിൽ കൈയിട്ട് എന്റെ മയ്യത്ത് അവസാനം കാണാൻ വരും. എന്നിട്ട് ചോദിക്കും, കൊണ്ടുപോവാണ് അവസാനം കാണും. 2 പേരുടെ തോള് കൈയിട്ടിട്ട് മുട്ടുകുത്തിയിരുന്ന് നെറ്റിയിൽ നിന്ന് ആ തുണി മാറ്റി നെറ്റിത്തടത്തിൽ അന്ത്യ ചുംബനം നൽകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്കൊന്ന് വന്നാൽ സഹോദരങ്ങളെ, നമ്മൾ നന്നാവൂലേ? അതാ പറഞ്ഞത്, മരിക്കുമെന്ന ബോധം നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം, അത് നമ്മൾ ബോധ്യപ്പെടുത്തണം. അവിടെ മനുഷ്യന് നന്മയുണ്ടാവുകയുള്ളൂ. സഹോദരങ്ങളെ, ഈ ഓർമ്മപ്പെടുത്താനുള്ള എന്താ അറിയോ, റമദാൻ കിട്ടിയിട്ടും നമ്മുടെ പാപങ്ങളൊക്കെ അതറിയാവുന്ന റബ്ബിനോട് പറഞ്ഞ് പൊരുത്തപ്പെടിക്കാൻ, പുറത്തു കിട്ടാൻ നമ്മൾ പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ ഈ റമദാൻ കിട്ടിയ ആളുകൾക്ക് നാശമെന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ പ്രാർത്ഥനയാണത്. ഒരിക്കലും നമ്മൾ അതിൽ ഉൾപ്പെട്ടുകൂടെ സഹോദരങ്ങളെ. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ മആസി, തിന്മകൾ എന്ന് പറയുന്നത്, പാപങ്ങൾ എന്ന് പറയുന്നത്, സൽസിലത്തുൻ ഫീ ഉനിക്കിൽ മആസി, അത് പാപികളുടെ കഴുത്തിലെ ചങ്ങലയാണ്. തിന്മകൾ എന്ന് പറയുന്നത്, നമ്മൾ ചെയ്ത പാപങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലെ ചങ്ങലയാണ്. ലാ യഫുഖുഹു മിൻഹാ ഇല്ലൽ ഇസ്തിഗ്ഫാറു വത്തൗബ, പാപമോചനവും പശ്ചാത്താപവും കൊണ്ടല്ലാതെ അതൊരിക്കലും അയച്ചു മാറ്റാൻ നമുക്ക് സാധ്യമല്ല. സഹോദരങ്ങളെ, നമ്മൾ ചെയ്ത പാപത്തിന്റെ കറകളൊക്കെ നമ്മുടെ മേത്തുണ്ട്. ഇതുമായിട്ട് പടച്ചോന്റെ അടുത്ത് ചെന്നാൽ, മരണാനന്തര ജീവിതത്തിൽ ചെന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അത് നമ്മുടെ കഴുത്തിലുള്ളൊരു ചങ്ങലയാണ്. അത് അയച്ചു മാറ്റാൻ ഒരൊറ്റ മാർഗ്ഗമില്ല. ഒരൊറ്റ മാർഗ്ഗം. അതെന്താണ്? ഇസ്തിഗ്ഫാർ ചെയ്യുക, പടച്ചോനോട് തൗബ ചെയ്ത് മടങ്ങുക. ഇതല്ലാത്തൊരു വഴി നമ്മുടെ മുമ്പിലില്ല. പരിശുദ്ധ റമദാനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്ന എന്താ അറിയോ? റമദാൻ പാപമോചനത്തിന്റെ മാസമാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപത്തിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും,
ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ എങ്ങനെയാ വന്നെന്നറിയോ? നിങ്ങൾ ചെയ്ത ഏതെങ്കിലും തിന്മകൾ കാരണത്താലാണ്. ഞാൻ അനുഭവിക്കുന്ന എൻ്റെ വ്യക്തി ജീവിതത്തിലെ പരീക്ഷണം ഉണ്ടല്ലോ, അത് ഞാൻ അനുഭവിക്കുന്ന എന്താ അറിയോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത നെറികേടുകൾ കൊണ്ടാണ് ഞാനത് അനുഭവിക്കേണ്ടി വന്നത്. ഈ പാപങ്ങൾ നിമിത്തം വലിയ അനന്തര ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള സംവിധാനങ്ങൾ ഇസ്ലാം നമ്മുടെ മുമ്പിൽ ഒരുക്കി തന്നു. അതെന്താണ്? ഇബാദത്തുകൾ. പാപങ്ങൾ പുറത്തു കിട്ടാൻ അള്ളാഹു നിശ്ചയിച്ച ഏറ്റവും നല്ല മാർഗമാണ്. നിങ്ങൾ നോക്കൂ, റമളാനെ കുറിച്ച് പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞാൽ അറിയും, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ ഈമാനോടുകൂടി കൂലി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ റമളാനിൽ നോമ്പെടുത്താൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ റമളാനിൽ ഈമാനോടുകൂടി രാത്രി നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. വമൻ ഖാമ ലൈലത്തുൽ ഖദർ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ ലൈലത്തുൽ ഖദറിന്റെ അന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരാൾ രാത്രി നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു, കഴിഞ്ഞ പാപങ്ങളൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങൾ, ഇതൊക്കെയും ചെറിയ ചെറിയ പാപങ്ങളാണ്. എന്നാൽ വലിയ പാപങ്ങൾ മായ്ച്ചു കളയാൻ അള്ളാഹു നിശ്ചയിച്ച ഏറ്റവും നല്ല മാർഗമാണ് തൗബ. അത് നിർബന്ധമാണ്. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നമത് തൗബ അലല്ലാഹ് ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാലത്തിൻ. അജ്ഞത കൊണ്ട് തിന്മകൾ ചെയ്ത ആളുകൾക്ക് അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ്. എപ്പോഴാണ് അവർ പശ്ചാത്തപിക്കേണ്ടത്? സുമ്മ യതൂബൂന മിൻ ഖരീബ്. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത തെറ്റുകൾ അതറിയാവുന്ന റബ്ബിനോട് ഏറ്റുപറഞ്ഞ്, റബ്ബേ എനിക്ക് പുറത്തു തരണേ, എന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ എന്ന് മനസ്സു തുറന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അവരെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം. അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. വകാന അല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനും സൂക്ഷ്മമായി കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നവനുമാണ് റബ്ബി എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര വലിയ തിന്മകൾ ചെയ്താലും അധർമ്മങ്ങൾ ചെയ്താലും അത് അറിയുന്ന റബ്ബിനോട് ഏറ്റുപറഞ്ഞ് മനസ്സിനെ ശുദ്ധീകരിച്ചാൽ, നമ്മൾ പൊറുക്കലിനെ തേടിയാൽ, റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അത് നമുക്ക് റബ്ബ് പുറത്തു തരും. മാത്രമല്ല സഹോദരങ്ങളെ, മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകം കാണാം, ലൗ തകററ ദംബ മിഅത മറത്തിൻ. ഒരാൾ ഒരു 100 വട്ടം ഒരു തിന്മ ആവർത്തിച്ച് ചെയ്തു. ഒരാൾ ഒരു തിന്മ 100 വട്ടം ആവർത്തിച്ച് ചെയ്തു. ഔ അക്സർ, അതല്ലെങ്കിൽ അതിലും കൂടുതൽ വട്ടം അയാൾ ആവർത്തിച്ച് തിന്മ ചെയ്തു. വതാബ ഫീ കുല്ലി മറത്തിൻ, എല്ലാ വട്ടവും അയാൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ട്. ഖുബിലത് തൗബ, അവന്റെ തൗബയും അല്ലാഹു സ്വീകരിക്കും. സുബ്ഹാനല്ലാഹ്, അവന്റെ തൗബയും അല്ലാഹു സ്വീകരിക്കും. വസഖതത് ദുനൂബ, അവൻ എത്ര തിന്മകൾ ചെയ്താലും ആ തിന്മകൾ മുഴുവനും അല്ലാഹു മായ്ച്ചു കളയും. വലൗ താബ അനിൽ ജമീഇ തൗബതൻ വാഹിദ, അയാൾ ചെയ്യുന്ന 100,000 തിന്മകൾ, ആ 100,000 തിന്മകൾക്ക് ഒരൊറ്റ തൗബ ചെയ്താലും അവന്റെ തൗബ കൊണ്ട് അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നമ്മളെ പഠിപ്പിച്ചിരുന്നു. എത്ര തിന്മകൾ ചെയ്താലും അതറിയാവുന്ന റബ്ബ് നമ്മുടെ മനസ്സറിഞ്ഞ് അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ പുറത്തു തരും. എന്നാൽ തൗബക്ക് ചില നിബന്ധനകൾ അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വിശദീകരിക്കുന്നിടത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ ചെയ്താൽ ആ തെറ്റുകൾ മുഖേന ഒരുപാട് അനന്തര ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ചെറിയ ചെറിയ തെറ്റുകളെ മായ്ച്ചു കളയാൻ ഇബാദത്തുകൾ എന്ന സംവിധാനം അള്ളാഹു നമ്മ ഒരുക്കി തന്നു. വലിയ വലിയ തെറ്റുകൾ മായ്ച്ചു കളയാൻ തൗബയും ഇസ്തിഗ്ഫാറും അല്ലാതെ മറ്റൊരു വഴിയില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, ഈ റമദാനിൽ പടച്ചോനോട് ഇതൊക്കെ തുറന്നു പറഞ്ഞ് എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കണമെന്ന ഉറച്ച മനസ്സുമായിട്ടാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അങ്ങനെ പാപത്തിൻ്റെ കറകളില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. എത്ര വലിയ തെറ്റുകൾ ചെയ്ത മനുഷ്യരാണെങ്കിലും തൗബ ചെയ്താൽ അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കും. ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബത്തൻ നസൂഹ ചെയ്യണം, നസൂഹായ തൗബ ചെയ്യണം. എന്താണ് നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ? ആത്മാർത്ഥമായ തൗബ. ആ തൗബക്ക് ചില നിബന്ധനകൾ പറയുന്നുണ്ട്. ഒന്ന്, ചെയ്യുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ മുക്തമാകണം. ഇപ്പോൾ കള്ളുകുടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തൗബ ചെയ്യുകയാണെങ്കിൽ കള്ളുകുടി എന്ന് പറയുന്ന തിന്മയിൽ നിന്ന് അയാൾ മോചിതനാകണം, എന്നിട്ടാണ് തൗബ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഖേദമുണ്ടാകണം. പടച്ചോനെ, അള്ളാഹ് ഹറാമാക്കിയ കാര്യമാണല്ലോ ഞാൻ ചെയ്തത്, പാടില്ലാത്തതാണല്ലോ എന്ന ഖേദവും ദുഃഖവും അവൻ്റെ മനസ്സിലുണ്ടാകണം. അതേപോലെ തന്നെ ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്ന അതിശക്തമായ പ്രതിജ്ഞയും അതേപോലെ തന്നെ ഉറച്ച തീരുമാനവും അവനിലുണ്ടാകണം. ഇത് വളരെ പ്രധാനമാണെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു തൻ്റെ കൈകളെ നീട്ടുന്നു രാത്രി, ലിയതൂബ മുസീഅൻ നഹാർ, പകല് തെറ്റ് ചെയ്തവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ അല്ലാഹു രാത്രി നമ്മളിലേക്ക് കൈകളെ നീട്ടുന്നു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലിയതൂബ മുസീഅൽ ലൈൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പകല് കൈകളെ നീട്ടും രാത്രി തെറ്റുകൾ ചെയ്തവന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ. ഏതുവരെ? ഹത്താ തത്ലു അശംസു മിൻ മഗ്രിബിഹാ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ. വേറൊരു ഹദീസിൽ കാണാം, പടിഞ്ഞാറ്, ഇന്നലിൽ മഗ്രിബി ബാബൻ മഫ്തൂഹൻ, പടിഞ്ഞാറ് ഒരു തുറന്നിട്ട വാതിലുണ്ട്. എന്താ വാതിലിന്റെ പ്രത്യേകത? ബാബു തൗബ. മരണം തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ ആരൊക്കെ തൗബ ചെയ്യുന്നുണ്ടോ, പടിഞ്ഞാറൊന്ന് സൂര്യൻ ഉദിക്കുന്ന അന്ന് മുതൽ ആ വാതിൽ അടഞ്ഞു പോകും. അതുവരെ ആ വാതിൽ തുറന്നിടും. തൗബ ചെയ്യാനുള്ള അവസരമാണ്. എന്നിട്ട് അള്ളാഹ് നമ്മൾ വിളിക്കുകയാണ്, ആരുണ്ട് എന്നോട് പൊറുക്കലിനെ ചോദിക്കാൻ, ആരുണ്ട് എന്നോട് പാപമോചനം ചോദിക്കാൻ എന്ന് നമ്മളിലേക്ക് കൈകൾ നീട്ടി ചോദിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങൾ നല്ല ഫദലുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി പാപങ്ങളെല്ലാം അതറിയാവുന്ന റബ്ബിനോട് ഏറ്റുപറഞ്ഞ് നമ്മുടെ മനസ്സിലുള്ള പാപത്തിൻ്റെ കറകൾ മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ എല്ലാ നന്മകളും നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വലിയ ഫളലുള്ള ലൈലത്തുൽ ഖദറിന് കിട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുസ്സോടെ ആരോഗ്യത്തോടെ ലൈലത്തുൽ ഖദറിനെ സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ വീടുകളിൽ ജുമഅക്ക് പോലും വരാൻ കഴിയാതെ വേദന കൊണ്ട് പൊളയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. അവർക്ക് പൂർണ്ണമായ ശിഫാ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ രോഗികളായി കിടക്കുന്ന, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും സമാധാനവും സ്വസ്ഥതയുമുള്ള കുടുംബമാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ ജോലിയിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് ചുരിയുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുന്നത് വരെ ഈമാനോടുകൂടി ജീവിക്കാനും
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഫലസ്തീനിൻ്റെ മണ്ണിൽ ഇന്നും കണ്ണീര് കുടിക്കുന്ന, ഒരു റമദാനിന് പോലും നോമ്പെടുക്കാൻ കഴിയാതെ, നിസ്കരിക്കാൻ കഴിയാതെ, ജുമുഅക്ക് പങ്കെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന 10,000-കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു നിർഭയത്വവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ നന്മകളും നിറഞ്ഞു നിൽക്കുന്നൊരു നാടായി ഈ നാടിനെ അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.